സോ ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ഷ്രിമ്പ് ഗെയിം എന്ന് പറയുന്ന സ്ക്വിഡ് ഗെയിമാണ്. ഇതെന്താ ലോഡാവത്തെ? ഇതെന്താ ഇപ്പം കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല ഒരു ചെറിയ ടെൻഷനുണ്ട്. കാരണം ടെൻഷനൊന്നുമില്ല, ഒരു പേടി പോലെ ഒന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളിച്ച് എനിക്ക് ഫുള്ള് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. പകുതിയെങ്കിലും തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. ജോയിൻ എററോ എന്തോ പറ്റി? ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ നോക്കാം. എത്തി. ഇതെന്തോ ഇത്? ന്യൂ ഡെയിലി റിവാർഡ് 23 hours 19 minutes 44 seconds. എന്തെല്ലോട്ടെ നമുക്ക് ഇവിടെ ഇതെന്തോ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് പിഗ്ഗി ബാങ്ക്. അതിനകത്ത് നമ്മളിപ്പം കളിക്കാൻ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ആയിരിക്കുന്നതാണ്. ഇവിടെ മറ്റേ പെട്ടിയൊക്കെ ഇരിപ്പുണ്ട്, ആൾക്കാരെ കൊണ്ടുവന്ന് കത്തിക്കുന്നെങ്കിൽ ചെറിയൊരു ഇതുപോലെ തോന്നുന്നു, ചെറിയൊരു പേടി പോലെ. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്നാലും നോക്കാം. ഇതെന്തോ പൈസ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ പേരൊക്കെ മുകളിലുണ്ട്. ബാറ്റലോണോ #175. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ റോബ്ലോക്സിലിട്ടേക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് മുമ്പേ ഞാൻ ഒരു വട്ടം കളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിനെ ഞാൻ കണ്ട്. നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഞാൻ കളിച്ച് നോക്കട്ടെ. ഇത് മിങ്കിൾ ഗെയിമിൻ്റെ സംഭവമാണ്. ഗൈസ്, ഈ ഫ്രണ്ട് ബാൻഡ് എന്തോ സംഭവമുണ്ട് ഗൈസ് ഇതിൽ. പിക്ക് ഐറ്റം ഇതെങ്ങനെ മാറ്റുന്നത്? തനിയെ മാറിയിരിക്കും, നോക്കാം. ഇവിടെ എന്തോ ഇത്. യെസ്, ഗെയിം സ്റ്റാർട്ടായി. വെൽക്കം പാർട്ടിസിപ്പൻസ് ടു ദി സ്ക്വിഡ് ഗെയിം. 7 or 8 എന്തോ സാധനം. ഗ്ലാസ് മേക്കറൊക്കെ ആൾക്കാർ കിടന്നിട്ട് എബിലിറ്റി ടെൽ വിച്ച് ഗ്ലാസ് ഈസ് ക്ലിയർ ഓർ ഫ്രീ. പിക്കിംഗ് ഗെയിം മോഡ്സ്. എന്തോ മറ്റേ പടമൊക്കെ കളിച്ച് വെച്ചേക്കുന്നത്. ഗോ ഫാർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ക്വിഡ് ഗെയിം. എന്തുവാ ഈ സാധനം? നമുക്കൊന്ന് കളിച്ച് നോക്കാം ഗൈസ്. എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂട. നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതെന്തോ ഇത്? ഇതുവഴി ഇത് പോകണ്ടേ? മണ്ട വഴിയായിരുന്നു. ഞാൻ ആ സൈഡ് വഴി. അങ്ങനെ ആൾക്കാരൊക്കെ തിങ്ങിയിറങ്ങിയിരിക്കുമല്ലേ, ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ മറ്റേ കളിയായത്. മറ്റേ ഇങ്ങനെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കളിച്ച് നോക്കാം. ഗ്രീൻ ലൈറ്റ് ഓടിക്കോ. റെഡ് ലൈറ്റ്. ഓടിക്കോ. എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ. 1 minute ഉണ്ട്. ഓടിക്കോ. ഇതെപ്പോഴാണ് റെഡ് ലൈറ്റ്? ഇപ്പം റെഡ് ലൈറ്റ് പറയാം. പറഞ്ഞു ഒന്നുകൂടെ കൂടി ഓടാം. എൻ്റെ അമ്മ, ഇനി 49 സെക്കൻഡ് കൂടി ഉള്ളു. ഇതെന്തോ ഇത്? ഞാനിവിടെ അനങ്ങാതെ എനിക്കാണെങ്കിൽ പേടിയായിട്ട് ചെയ്യാം. ജയിക്കാൻ പറ്റുമെന്ന് ഒട്ടും തോന്നുന്നില്ല, അത്രയും ദൂരമായത്. മതി നോക്കാം. നമ്മളെ കൂടെ കക്കാശി എന്ന് പറയുന്ന എത്തുന്നുണ്ടായിരുന്നു. അവനെ വെടി വെച്ചിട്ട് നമ്മൾ സൈഡിൽ നിന്ന് എത്തി. നോക്ക്, ഇനി 10 സെക്കൻഡ് കൂടി ഉള്ളു. ഇനി നമുക്ക് മണ്ടയ്ക്ക് കയറാം.
ആൾക്കാരൊക്കെ അതിൻ്റെ ആൾക്കാരൊക്കെ അതിൻ്റെ തലയുടെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തലയുടെ ഞാനാണ് ഇവിടുത്തെ രാജാവ്. ആൾക്കാർ ചത്തൻ്റെ പൈസയൊക്കെ വരുന്നത് 13 പ്ലേയേഴ്സ് എലിമിനേറ്റ് ആയി ഗൈസ്. ഇത് 5, 6, 7 ഈ സംഭവം നല്ല രസമുണ്ട് ഗൈസ്. ശ്രിമ്പ് നിങ്ങൾ ആരെങ്കിലും റോബ്ലോക്സ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശ്രിമ്പ് ഗെയിം എന്തായാലും കളിച്ച് നോക്കണം. നല്ല രസം ഇത് കളിക്കാൻ. ഇനി അടുത്തത് എന്തോ കളിയായിരിക്കും. ഇതുവഴി ഓടി എവരെത്തും. ഇതെന്തോ സാധനം? ഇത് മറ്റേ കളിയില്ല. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തോ മറ്റേ കല്ലെടുത്തെറിഞ്ഞ് പമ്പരം കിടക്കുന്ന ഒക്കെ അല്ലേ ഇത്? ഇതെങ്ങനെ കളിക്കുന്ന എൻ്റെ കേസ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഇതിൽ എലിമിനേറ്റ് ആവും. ഇതെന്താ കയറാൻ പറ്റാത്ത? The game has started. Good luck everyone. ഞാൻ വിചാരിച്ചത് ഓട്ട മത്സരമായിരിക്കുന്നു. നമുക്കിവിടെ നിൽക്കാം. നമ്മളെല്ലാം കൈ പിടിച്ചിട്ടുണ്ട്. ഓടത്തെ ഫസ്റ്റ് എന്തടിക്കലാണോ? ഇതൊന്ന് എറിയാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് അറിയില്ല. എൻ്റെ തന്നെ ആയിരിക്കുമോ? അല്ല ഗൈസ്, എൻ്റെ കയ്യിലല്ല ഗൈസ്. അത് അറിയില്ല. കല്ലെടുത്തെറിഞ്ഞ സംഭവം. പെട്ടെന്നറി. നമ്മളിപ്പം തോക്കും. 3 മിനിറ്റ് കൂടിയുള്ളൂ. ഓടിക്കോ. ഇതെന്തോ ടേബിൾ വെച്ചിട്ടുള്ള സംഭവമൊക്കെ പെട്ടെന്ന് ചെയ്യാതാ. എന്ത് ഇത്? ഇനി 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഞാനിത് ഗെയിമിൽ കളിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇത് ശരിക്കും കളിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഇവനെന്താ ഇത് തീർക്കാത്ത? കുറേ നേരമായല്ലോ. തീർന്നിരുന്നു. എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരല്ലേ. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരത്തില്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിനി ഇച്ചിരി ദൂരം കൂടിയുള്ളൂ. മറ്റേതും തീർത്തില്ലെങ്കിൽ നമ്മളെല്ലാവരും ചാവും. അങ്ങനെയാണോ അതോ അവനെ മാത്രമേ കൊല്ലത്തുള്ളൂ? അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ സ്കിഡ് ഗെയിം സീരീസ് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഇങ്ങനെയൊന്നും അറിഞ്ഞൂടാ. കണ്ടിട്ട് കുറേ നാളായി. സ്കിഡ് ഗെയിം 2-ലല്ലേ ഈ സംഭവമൊക്കെ ഉള്ളത്? കല്ലെറിയുന്ന ബമ്പരെറിയുന്നതൊക്കെ. ഗൈസ്, വേറെ ഗൈസ് എന്തൊക്കെയോ കിട്ടിയേക്കുന്ന കാർത്തെറിയുന്ന സംഭവമാണ് ഇത്. അല്ല, വേറെ എന്തുവാ? മറ്റേ ഗ്രീനിൻ്റെ എടുക്കല കൊടുത്തിരുന്ന. നമ്മൾ ഈ ടൈം തരുന്നതിന് മുമ്പേ അത് 1 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഇപ്പം പെട്ടെന്ന് ഓടിക്കയറണം. എൻ്റെ അമ്മ ഗൈസ്, എനിക്ക് പേടിയാന്ന്, ചെറുതായിട്ട് പേടിയാന്ന്. ഇനി 1 മിനിറ്റ് കൂടിയേ ഉള്ളൂ. 1 മിനിറ്റ് കൂടിയുള്ളൂ. ഓടിക്കോ. ഓടാൻ പറ്റത്തില്ല. ഇപ്പം ചിലപ്പം ഓടാൻ പറയുമായിരിക്കും. കുറേ നേരമായല്ലോ. ഓടി. ദൈവം എൻ്റെ അടുത്ത് കിട്ടുന്ന ബുദ്ധിയില്ല. യെസ്, ഞാനാ ഫസ്റ്റ് ഗേസ്. നമ്മൾ ജയിച്ച് ഗേസ്. എൻ്റെ ക്യാരക്ടർ ഇതല്ലല്ലോ. അല്ല. സോ ഗൈസ്,
എൻ്റെ ഐ ഡി എന്ന് വെച്ചാൽ ബാറ്റലോണോ #175 എന്നുള്ളതാണ്. അത് നിങ്ങൾ കയറി ബാറ്റലോണോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആവാൻ പറ്റും റോബ്ലോക്സിൽ. ഈ ഗെയിം ഇനിയുണ്ടോ? തീർന്നില്ല ഇത്? ഇല്ല ഗൈസ്, യു ഷുഡ് മൂവ് ടു ദി ലോബി അപ്പുറത്തല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. Eight players have been eliminated. 8 പേര് എലിമിനേറ്റ് ആയി. അവരുടെ പൈസ ഒക്കെ വീഴുന്നുണ്ട്. ഒരു സ്പ്ലിറ്റ് എൻ്റേത് $11 എൻ്റെ എന്നുവെച്ചാൽ ഗെയിമിലെ സംഭവം. സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു എന്തോ സാധനം. ഇതെന്ത് മറ്റേ സംഭവം ഇരിക്കുമ്പോൾ മണ്ടയ്ക്കറിഞ്ഞു ഓടിക്കോ ഒന്ന് മണ്ടയ്ക്കറിക്കോ. യെസ്, എത്തിയിട്ട് ഇവിടെ താഴ്പ്പി മണ്ടയ്ക്ക് ഓടിക്കോ. എന്നമ്മോ എനിക്ക് ആദ്യം ഇരിക്കണ്ടായേ, ഇടിച്ചു കഴിഞ്ഞാൽ ഞാനും ചത്തു ഇന്ത്യയൊക്കെ തിരിച്ച്. കയറി അപ്പത്തോട്ട് ചാടാ. അയ്യോ, ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയല്ലോ. അങ്ങനെ ഇറങ്ങുന്ന ഇറങ്ങി ഒന്നുകൂടെ ചാടീൻ്റെ മണ്ടയ്ക്ക് തിരിക്കുക. അതാ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ചത്തു എന്തായാലും. അവിടെ കുറേ ഇടി കൂടുന്നുണ്ട്. ഞാൻ മാത്രമാണ് തോന്നി മണ്ടയ്ക്ക് ഇരിക്കുന്നത്. താഴെ ഇറങ്ങി നോക്കാം ഇത്ര പേര് എലിമിനേറ്റായിരുന്നു. ഇനി അടുത്ത കളി എന്തുവാണോ ആർക്കറിയാം. ഈ വഴി സ്റ്റോം ദി ഫ്രണ്ട് ബാൻഡ് റൂം കണ്ടുപിടിക്കാനോ അങ്ങനെ കണ്ടാണോ? ഇതാണോ ഫ്രണ്ട് ബാൻഡ് മുറി? നമുക്ക് ഇത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എനിക്ക് ഇത് നോക്കാം. എൻ്റെ മുതിക്ക് എനിക്ക് ആ വഴിയൊന്നും ശരിക്കും ഓർമ്മയില്ല. നമ്മളെ ഒറ്റ സെക്കൻഡിൽ കാണിച്ച വഴി കൂടി ഓടി ഫ്രണ്ട് ബാൻഡ് റൂമിൽ ചെല്ലണം. ആരെങ്കിലും ഫോളോ ചെയ്തെന്ന് നോക്കാം. ഇവിടെ വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ എലിമിനേറ്റ് ആവും. കാരണം നമ്മളെ കൺഫ്യൂസ് ആക്കും ചിലപ്പോൾ. നമുക്കിതുവഴി ഓടി നോക്കാം. ഇതുവഴി കുറേ പേരൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്, നമുക്ക് തിരിച്ചു തരാം. ഇവിടൊന്നും ഇല്ല. നമുക്ക് തിരിച്ചു തരാം. അല്ലല്ല, ഇതുണ്ട്. ഇതിൽ പോകണം. നമുക്ക് മറ്റവനെ ഫോളോ ചെയ്തു. ഇവിടെ വഴിയില്ല. ഉണ്ട്. എന്തോ അവൻ അതുവഴിയൊക്കെ ചാടിപ്പോയി പറയുന്നതുണ്ട്. യാതൊരു ഫ്രണ്ട് ബാൻഡ് മുറി. ഞാനിവിടെ എത്തി. ഇൻട്രാക്ട് ഓർമ്മ സാധനം. ഞാൻ ഇതിലും ജയിച്ചു ഗൈസ്. ഇതെന്തുവാണ്? The guards have failed to protect the front man though. Guys, നമ്മൾ ജയിച്ചു ഗൈസ്. 5 players have eliminated. 5 players eliminate ആയുള്ളൂ. Do you want to continue the game? If you decide, walk the prize money. ഇപ്പം ഗെയിം സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്ലേയേഴ്സ് അബി ക്ലോസ് ചെയ്ത് നമ്മളെ ലക്ക് വെച്ചാണ് ഗെയിം. നെക്സ്റ്റ് മോഡ് ഒന്നെങ്കിൽ ഇത് മറ്റേ സംഭവമായിരിക്കും, മറ്റേ ക്യാൻഡി എന്തായിരുന്നു, ഡാൽഗോണ ക്യാൻഡി മുറിക്കാനുള്ളതായിരിക്കും.
അല്ലെങ്കിൽ ഇത് മറ്റേ മിങ്കിൾ ഗെയിം ആയിരിക്കും. എനിക്ക് മിങ്കിൾ ഗെയിം ആയിട്ടാണ് തോന്നുന്നത്. കാരണം ലക്കിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് എനിക്കിത് മിങ്കിൾ ഗെയിം ആയിട്ടാണ് ഗെയ്സ് തോന്നുന്നത്. എന്തായാലും മിങ്കിൾ ഗെയിം ആയിരിക്കും. അപ്പം നോക്കാം. മിങ്കിൾ ഗെയിം മിങ്കിൾ ഗെയിം തന്നെയാണ് ഗെയ്സ്. നമുക്ക് ഈ സാധനം കറങ്ങുന്നതിൻ്റെ കൂടെ ഓടി നോക്കാം. ഇതെന്തായാലും ഞാൻ തോക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിങ്കിൾ ഗെയിമിൽ നമ്മളെ ലക്ക് വെച്ചാണ് നമ്മൾ ജയിക്കേണ്ടത്. മുമ്പുള്ള ഗെയിമിലൊക്കെ നമ്മളെ ബുദ്ധി വെച്ചായിരുന്നു ജയിക്കേണ്ടത്. ഇതെന്ത് ഇത്? 2 പ്ലേയേഴ്സാണോ? ഇതൊക്കെ ഇത് കുറേ പേരുണ്ടല്ലോ. അതാ ഇറങ്ങ വേറെ ഏതെങ്കിലും മുറിയിലാണ്. ഇതിനകത്ത് ഒരു പേരാണ് ഒരാളുള്ള. അവിടെ 2 പേരുണ്ട്. ഇതിനകത്ത് ആരുമില്ല. ഇതിനകത്ത് ഇനി നമുക്ക് 7 സെക്കൻഡ് നമുക്ക് ഇതിനകത്ത് ഒരു കഥ പഠിച്ചിരിക്കാം. എൻ്റെ അമ്മ ഇത് ക്ലോസ് ചെയ്യടാ. ഞാനിപ്പം ചാവും. അയ്യാതെ ചലഞ്ച് പ്രിപ്പയർ ടു എൻ്റെ എന്നെ ഇപ്പം കൊന്നു ഗൈസ്. നമ്മളുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എല്ലാവരും നമ്മളെ